ചെല്ലുമ്പോൾ ഇടയ്ക്ക് വർത്തമാനം പറയുകയും ചെയ്യാട്ടോ, ഞാൻ പറയുകയും ചെയ്യും. അങ്ങോട്ടുകൾ കാണുന്നതല്ല, കവിത പൂർണ്ണമായിട്ട് വളരെ ചൊല്ലിപ്പോകാൻ എനിക്ക് ഉദ്ദേശിച്ചില്ല. നിങ്ങളോട് സംസാരിക്കാനാണ് ഇവിടെ താല്പര്യം. കാരണം ഒരു ഏത് കവിതയും ചെയ്യുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. വിളക്ക് വെച്ചു, സന്ധ്യാനാമം കഴിഞ്ഞു, ഉറക്കം തൂങ്ങിക്കൊണ്ട് ഗുണഘോഷവും ഉരുവിട്ടു. ഇനിയും ഒന്നായിട്ടില്ലല്ലോ, ഭൂതത്തെ പറ്റി ഒരു പാട്ട് കേട്ടോളൂ. ചേച്ചി പറയുകയാണ്, ഇത് പ്രാവശ്യം ചെയ്തപ്പോൾ സ്ഥലത്ത് ഗുണഘോഷം എന്ന് ചോദിച്ചു. ഗുണഘോഷം ചൊല്ലുക പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്ന് പറഞ്ഞെടുക്കാൻ, അത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് എന്നും അതിന്റെ കൂടെ ഗുണഘോഷം എന്ന് പറയുമ്പോൾ ഗുണഘോഷം മാത്രമല്ല, അതിന്റെ കൂടെ അശ്വതി ഭരണി എന്നൊക്കെ നാളുകളും മറ്റ് സന്ധ്യാനാമങ്ങളൊക്കെ ചൊല്ലിയിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വെച്ച് ബുദ്ധിമുട്ടി. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലം നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ, അയ്യയ്യ 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 വരവമ്പി പൂങ്കലമയില നിന്നകരിമ്പൂ, അയ്യയ്യ വരവമ്പി പൂങ്കലമയില നിന്നകരിമ്പൂരം, കാവിൽ പിച്ചളത്തോളം കാവിൽ പിച്ചളത്തോളം കരുത്തിൽ കലവരപ്പാടും പണ്ടങ്ങൾ, അരുവിലൊക്കളി ചായ്ക്കിരിടം കളയിലണിഞ്ഞ കരിമൂകം, ചെപ്പിട ചെമ്മണി കുത്തുമുലകളിൽ ചേരിയും പൂവാറ്റം, പുറവടിമപ്പടിമൂടി കിടക്കും ചെമ്മിൻ വാരുടമുത്തോളം, പുറവടിമപ്പടിമൂടി കിടക്കും ചെമ്മിൻ വാരുടമുത്തോളം, ചോപ്പുകൾ നീലേ കാത്തി അരമണി കെട്ടിയ വെള്ളം, അയ്യയ്യ 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 വരവന്തിരം ചെയ്യും നല്ല മണിക്കൂടം, അയ്യയ്യ വരവന്തിരം ചെയ്യും നല്ല മണിക്കൂടം, ചെയ്യും നല്ല മണിക്കൂടം. എവിടുന്നാണ് ഈ ഭൂതം വരുന്നത് നിങ്ങൾക്കറിയാമോ? പറയന്തേറും നിന്റെ അങ്ങേ ചെവിയിൽ പാറക്കെട്ടിനടി കിളിവാതിലെ കൂടി തുറന്നും പായിച്ച് പകരത്തെ പാകുന്നൂടം, വൈകളെ വയ്ക്കുന്ന ചെക്കന്മാരുച്ചയ്ക്ക് പച്ചിലപ്പൂതൽ പൂകും, ഒറ്റയ്ക്കു വീഴുന്ന പൈമൂലകളിൽ തെറ്റുന്നീ പൂതം കുടിക്കും, മണമേറുമന്തിയിൽ ബന്ധുഗൃഹം പോകാൻ ഉഴറി കുതിക്കും ആൾക്കാരെ, അകലേക്കു വഴിതെറ്റിച്ചു ഭൂതം അവരോടു നാക്കൂലം വാങ്ങും, അകലേക്കു വഴിതെറ്റിച്ചു ഭൂതം അവരോടു നാക്കൂലം വാങ്ങും. എന്തിനാ താമ്പൂലം വാങ്ങുന്നത്? ഈ വരിക കേട്ടോ, രസേന്റെ വരികൾ. പൊട്ടിച്ചിരിച്ചാലല്ലേ പിന്നെ നടത്തം തന്നെ നടത്തം, ഒടുക്കം മനസ്സിലാവും. അപ്പോൾ ഒന്ന് മുറുക്കാനെടുത്ത് ആ വഴിവക്കത്ത് വെച്ചു കൊടുത്താൽ മതി, വഴിയൊക്കെ തെളിഞ്ഞു കാണും. അവർ പോയാൽ ഭൂതം വന്നിട്ട് ആ മുറുക്കാനെടുത്ത് മുറുക്കി തെച്ചിപ്പൊന്തയിലേക്ക് പാറ്റി ഒരു തുപ്പു തുപ്പും. അതാണല്ലോ ഈ തെച്ചിപ്പൂവൊക്കെ ഇങ്ങനെ ചോക്കണത്. ആഹാ, അവിടെയാണ് ഒരു കവിത വിരിയുന്നത് അല്ലേ. തെച്ചിപ്പൂ ചോക്കാനുള്ള കാരണം കണ്ടെത്തി ഇടശ്ശേരി എന്നുള്ളതാണ്. ഭൂതം മുറുക്കി തുപ്പിയതിന്റെ ഭാഗമായിട്ടാണ് അത്ര ഈ തെച്ചിപ്പൂവൊക്കെ ചോക്കാൻ തുടങ്ങിയത്. ഇത് വേറെ പ്രശ്നമുണ്ട്. ഇവിടെ ഇത് പറഞ്ഞപ്പോഴും പൊട്ടിച്ചിരിച്ചാലല്ലേ, പൊട്ടിച്ചിരിക്കല്ല കേട്ടോ, പൊട്ടിച്ചിരിക്കല്ല, പൊട്ടിച്ചിരിച്ചാൽ എന്താ ഈ പൊട്ടി? നിങ്ങൾക്ക് അറിയണ്ടാവില്ല, കുട്ടികൾക്ക് അറിയണ്ടാവില്ല. പൊട്ടിച്ചിരിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആ, പണ്ട് വിജനമായ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോ അവിടെ നടക്കണ്ട കേട്ടോ, പൊട്ടിയുണ്ട്, പൊട്ടിച്ചൂട്ടുണ്ട് എന്ന് പറയും. പൊട്ടിച്ചൂട്ട്
ഒരു നാടൻ പാട്ടിലൊക്കെ പൊട്ടിവാലം തിരിഞ്ഞേതയ്യം താ, ഒരു നാടൻ പാട്ടിലൊക്കെ വേണ്ടി പൊട്ടിച്ചൂട്ട്. അങ്ങനെ ആ പൊട്ടി ഈ യക്ഷി പൊട്ടി കൂടി ആവാം എന്നാണ് പറയുന്നത്. അപ്പോ പേടിക്കുന്ന ആവശ്യമില്ല, പൊട്ടിക്ക് മുറുക്കാൻ കൊടുത്താൽ മതി, വഴിയൊക്കെ തെളിഞ്ഞു കാണും. അതിൽ ശാസ്ത്രീയത പിന്നിൽ ആലോചിക്കുമ്പോൾ രസകരമായിരിക്കും. ഒന്ന് വിശ്രമിച്ചാൽ വഴിയൊക്കെ തെളിഞ്ഞു കാണും എന്നുള്ളതും ആകാം. എന്തോ ആവട്ടെ, നമുക്ക് അങ്ങനെ വിശ്വസിക്കണ്ട. മുറുക്കാൻ കൊടുത്താൽ ശരിയാവും വിചാരിച്ചാൽ മതി. ഇനി അടുത്ത ഒരു ഭാഗം നോക്കൂ. ആ യക്ഷിയുടെ പഴയകാല, ഭൂതത്തിന്റെ പഴയ കാലത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു രക്തദാഹിയായിട്ടുള്ള ഒരു യക്ഷിയെ കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നിശൂന്യത നടമാടും പാതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം. നിശൂന്യത നടമാടും പാതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം. തലമുടിയും വേറിടുത്തലസമിവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും. തലമുടിയും വേറിടുത്തലസമിവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും. നേരവും നിലയും ഇട്ടാവഴിപ്പോ ചെറുവാങ്ങാരെ ഇവനാകർഷി കതിചതുരം ഏഴു നിലമാളികയായി തോന്നും. ഏഴു നിലമാളികയായി തോന്നും കരിമ്പനമേലവരെ കെട്ടി കുഴലി വയ്ക്കും. ഏഴു നിലമാളികയായി തോന്നും കരിമ്പനമേലവരെ കെട്ടി കുഴലി വയ്ക്കും. കഴുകിയുറങ്ങിടുമത്തരുണരുടെ ഉപ്പേറും കുരുതിയവൾ നൊട്ടിയുണച്ചിറക്കും. കഴുകിയുറങ്ങിടുമത്തരുണരുടെ ഉപ്പേറും കുരുതിയവൾ നൊട്ടിയുണച്ചിറക്കും. പറയന്റെ കുന്നിന്റെ മറ്റേ ശരീരിയിലെ പാറകളിച്ചിന്നും മുടിയുമെല്ലും. പറയന്റെ കുന്നിന്റെ മറ്റേ ശരീരിയിലെ പാറകളിൽ ചിന്നും മുടിയുമെല്ലും. എങ്ങനെ മുടി എല്ലാം ചിന്നണത് ശ്രദ്ധിക്കുന്നില്ല? എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? വരി മനസ്സിലാവുന്നുണ്ടോ? കേട്ടാ മനസ്സിലാവുന്നുണ്ടോ? ആ ഇടയ്ക്ക് ഒന്ന് കുറയ്ക്കണം, ഒന്ന് കുറച്ചാൽ മതി. ഈ അസത്ത് ഭൂതത്തിന് എന്തിനാ നമ്മൾ നെല്ല് മുണ്ടുമൊക്കെ കൊടുക്കുന്നത്? അല്ലെ, ഈ രക്തദാഹിയായിട്ടുള്ള ഭൂതത്തിന്, ഈ അസത്ത് ഭൂതത്തിന് എന്തിനാ നമ്മള് നെല്ല് മുണ്ടുമൊക്കെ കൊടുക്കുന്നത് എന്നല്ലേ? ആവൂ, കൊടുക്കാൻ പാപമാണ്. ഇതെല്ലാം ഭൂതം പണ്ട് ചെയ്തതാണ്. ഈ പറഞ്ഞതൊക്കെ ഭൂതം പണ്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് ആരെയും കൊല്ലില്ല. ഭൂതത്തിന് എപ്പോഴും വ്യസനാണ്. എന്താ ഭൂതത്തിന് വ്യസനം എന്നല്ലേ? കേട്ടോളൂ, നോക്കൂ, അവിടെയാണ് ട്വിസ്റ്റ്. പഴയ ഭൂതത്തിന് മാറ്റം വരികയാണ്. ഇപ്പൊ എപ്പോഴും വ്യസനാണ് ഭൂതത്തിനെന്നാ പറയുന്നത്. എന്താണ് വ്യസനം? കേട്ടോളൂ. ആറ്റിൻ വക്കത്തെ മാലിക വീട്ടിലും നാറ്റുനോട്ടിത്തോടും ആറ്റിൻ വക്കത്തെ മാലിക വീട്ടിലും നാറ്റുനോട്ടിത്തോടും ഉണ്ണിക്കാരായി പാപ്പ
കുറുമ്പരിച്ചാലോ തലയിൽ വെച്ച പേനരിച്ചാലോ. ഇതിപ്പോൾ ചൊല്ലായി മാറിയിട്ടുണ്ടല്ലേ ഈ കാര്യം. പലരും പറയും, എൻ്റെ അമ്മയുടെ കുട്ടികൾക്ക് പറയുന്നു, താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ എന്നൊക്കെ കരുതിയിട്ട് അവരെ വളർത്തിയത്. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ. തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ട് തങ്കക്കട്ടിയിൽ പട്ടു വിരിച്ചിട്ട് തണുത്തനെ പൂന്തുട തട്ടിയുറക്കിയിട്ട് ചാഞ്ഞുമയങ്ങും നന്നേരി ചാഞ്ഞുമയങ്ങുന്നു നന്നേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതും ഉറച്ചു കഴിഞ്ഞു. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതും ഉറച്ചു കഴിഞ്ഞു. അപ്പോളെ വിദ്യാഭ്യാസം തുടങ്ങാൻ പാടുള്ളൂ കേട്ടോ. കണ്ണും കാതും ഉറച്ചാലേ പറ്റൂന്നാ പറയണത്. LKG UKG കാലല്ല, കണ്ണും കാതും ഉറക്കണം എന്നാ പറയണത്. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതും ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. വെള്ളപ്പൊട്ടിരകിത്തിരി കുംഭമെന്നുള്ളിലക്കര മുണ്ടുടുപ്പിച്ചു. വള്ളികൾ കൂട്ടി കുടുമയും കെട്ടിച്ചു. വെള്ളിപ്പൂജവിൽ മെല്ലെ തുടച്ചിട്ടു. കയ്യിൽ പൊൻപിടി കൊച്ചേഴും താണിയും മയിട്ടേറെ മിനുക്കിയോരോടയും. അങ്ങനെ അങ്ങനെ നീപ്പോരും തങ്കക്കൂടത്തിലെ വയലിന്റെ മൂലയിൽ ഇടവഴി കേറുമ്പോൾ പടർപന്തൽ പോലുള്ളോരയാലിൻ ചോടെത്തി, അരയാലിൻ ചോടെത്തി. മറയും വരെ പടിപ്പുരയിന്നു നോക്കുന്നു നങ്ങേരി. മറയും വരെ പടിപ്പുരയിന്നു നോക്കുന്നു നങ്ങേരി. കുന്നിൻ മോളിലേക്കുണ്ണി കയറി കണ്ണും പൈക്കലും മേയുന്ന കണ്ടു. പുതിയ കാലത്തെ സ്കൂൾ പോക്കല്ല കേട്ടോ. വീട്ടിൽ നിന്ന് നേരെ ഓട്ടോറിക്ഷയിൽ സ്കൂളിലേക്കല്ല, വഴി കൂടെ പോകുമ്പോ പ്രകൃതിയിലൂടെയാണ് പോകുന്നത്. സമൃദ്ധമായ കാഴ്ചകൾ കണ്ടാണ് കുട്ടി പോകുന്നത്. കുന്നിൻ മോളിലേക്കുണ്ണി കയറി കണ്ണും പൈക്കലും മേയുന്ന കണ്ടു. ചെത്തിപ്പൂവുകൾ പച്ചപ്പടർപ്പിൽ നിന്നെത്തി നോക്കി ചിരിക്കുന്ന കണ്ടു. മൊട്ടപ്പാറയിൽ കേറി ഒരാട്ടിൻ പച്ചൻ തുള്ളിക്കളിക്കുന്ന കണ്ടു. ഉങ്ങും പുന്നയും പൂത്തതിൽ വണ്ടുകളെങ്ങും പാറിക്കളിക്കുന്ന കണ്ടു. അവിടങ്ങും മെല്ലെ നടന്നാനുണ്ണി പറയന്റെ മണ്ഡകം കണ്ടാനുണ്ണി. പറയന്റെ കുന്നിന്റെ മറ്റേ ചെരിവിലേക്ക് ഉരസിയിറങ്ങി നടന്നാനുണ്ണി. അവിടെയാണ് നമ്മുടെ കഥാപാത്രം ഉള്ളത്. ആരാ? പറയന്റെ കുന്നിന്റെ മറ്റേ ചെരുവിലേക്ക് ഉരസിയിറങ്ങി നടന്നാനുണ്ണി. പാറക്കെട്ടിന്റെ കൊച്ചു പിളർപ്പിലെ കിളിവാതിലപ്പോ തുറന്നു പൂതം. പാറക്കെട്ടിന്റെ കൊച്ചു പിളർപ്പിലെ കിളിവാതിലപ്പോൾ തുറന്നു
കുട്ടി വരുന്നിങ്ങനെ കാണുക പൂതം. ആറ്റിലൊലിച്ചെത്തും ആടിക്കുഴഞ്ഞെത്തും അമ്പിളിക്കലപോലെ, ആറ്റിലൊലിച്ചെത്തും ആമ്പലപ്പൂപോലെ, ആടിക്കുഴഞ്ഞെത്തും അമ്പിളിക്കലപോലെ, പൊന്നും കുടം പോലെ പൂവമ്പഴം പോലെ, പൊന്നും കുടം പോലെ പൂവമ്പഴം പോലെ, പോന്നു വരുന്നോനെ കണ്ടുഭൂതം, പോന്നു വരുന്നോനെ കണ്ടുഭൂതം. ഭൂതത്തിനുള്ളിലൊരിക്കിളി തോന്നി, ഭൂതത്തിനുള്ളിലൊരിക്കിളി തോന്നി, ഭൂതത്തിൻ മാറത്ത് കോരിത്തരിച്ചു, ഭൂതത്തിനുള്ളിലൊരിക്കിളി തോന്നി, ഭൂതത്തിൻ മാറത്ത് കോരിത്തരിച്ചു, ഭൂതമോരോമന ഭൂതമോരോമന പെങ്കിടായി, പൂത്തമരത്തിന്റെ ചോട്ടിലും നിന്നു, പൂത്തമരത്തിന്റെ ചോട്ടിലും നിന്നു. എവിടെ നിന്നത്? പൂത്ത മരാണ് കേട്ടോ. നോക്കണേ, ഒന്ന് ഓർമ്മിക്കണം. പൂത്ത മരത്തിന്റെ ചോട്ടിലാണ് മാതൃത്വം കൊതിക്കുന്ന ആ ഭൂതം കുട്ടിയെ കാത്തു നിന്നത്. പൂത്ത മരത്തിന്റെ ചോട്ടില്. എനിക്കാവതില്ലേ പുകാതിരിക്കാൻ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എന്ന കവിത കേട്ടിട്ടുണ്ടോ? ആ, എനിക്കാവതില്ലേ പുകാതിരിക്കാൻ എന്ന് പറയുമ്പോൾ ആ പൂക്കലിന് വേറെ ചില അർത്ഥങ്ങൾ കൂടി അവിടെയുണ്ട്. പൂത്ത മരത്തിന്റെ ചോട്ടിലാണ് യക്ഷി നിൽക്കുന്നത്. എന്നിട്ട് ഭൂതം ഉണ്ണിയോട് കൊഞ്ചി കൊഞ്ചിക്കൊണ്ട് പറയുകയാണ്. പ്രസിദ്ധമായിട്ടുള്ള വരികളാണ് കേട്ടോ. പൊന്നുണ്ണി പൊങ്കരളെ പൊന്നയും പൊൻകടിലേ ഓലയെഴുത്താണികളെ കാട്ടിലും പൊന്നുണ്ണി പൊങ്കരളെ ഓലയെഴുത്താണികളെ കാട്ടിലും ഉണ്ണി പറയുന്നത്, കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ, പൂത്തമരച്ചോട്ടിലും നൊളിനെയും പെൺകൊടിയെ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ, പൂത്തമരച്ചോട്ടിലും നൊളിനെയും പെൺകൊടിയെ. പൊന്നുണ്ണി പൊങ്കരളെ പൊൻകടിലെ വണ്ടോടിൻ വടിവിലേതും നീലക്കല്ലോലകളിൽ മാങ്കാടിൽ തൂവെള്ളി ചെറുമുല്ല പൂമുലയാൽ പൂങ്കാടി ചെറുകാറ്റ് ഇവിടെയിരുന്നെഴുതാലോ ഇവിടെയിരുന്നെഴുതാലോ ഓരയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞണയൂ കാട്ടിലെറിഞ്ഞണയൂ. പൂത്തമരച്ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയെ ഓലയെഴുത്താണികളെ കാട്ടിലിതാ ഞാൻ കളവൂ. ഓലയെഴുത്താണികളെ കാട്ടിലിതാ ഞാൻ കളവൂ. എഴുത്താണി കൈവിട്ടപ്പോ പൂതമല്ലേ, അങ്ങനെ ഒരു ചൊല്ലിട്ടുണ്ടല്ലേ ഇരുമ്പേ. പിന്നെ പള്ളിക്കൂടത്തിൽ പോയില്ല, സുഖായി എന്നല്ലേ വിചാരം. കേട്ടോളൂ, എഴുത്താണി ഇരുമ്പല്ലേ.
അതങ്ങോട്ട് പിടിവിട്ടപ്പോ ഭൂതം വന്ന് പിടിച്ച് മെല്ലെ കൂട്ടിക്കൊണ്ടങ്ങോട്ട് പോയി. എഴുത്താണി ഇരുമ്പാണ് എന്ന പ്രയോഗം കേട്ടില്ലേ? എഴുത്താണി എന്ന് കേട്ടില്ലേ? എഴുത്താണി കൈവിടുമ്പോൾ ഭൂതം പിടിക്കും എന്നും ആവാം അല്ലേ? എഴുത്താണി കൈവിടുമ്പോൾ നമ്മളെ ആര് പിടിക്കും? ഭൂതം പിടിക്കാൻ സാധ്യതയുണ്ട്. എഴുത്താണി കൈവിടണ്ട കേട്ടോ. ആ ഇനി സീനൊന്ന് മാറുകയാണ് കേട്ടോ. രാവിലെ മറയും വരെ പടിവാതിൽക്ക് നിന്നൊരാളുണ്ടല്ലോ അവിടെ ഇല്ലേ? ആരാ? നങ്ങേലി ഉണ്ട്. നങ്ങേലിയുടെ സ്ഥിതി എന്താ? വെയിൽ മഞ്ഞക്കതീരു വിയതങ്കലത്തിലെ എഴുതുവാൻ പോയ കിടാവു വന്നീല തിരികെ പോയി നങ്ങേലി നിന്നു ആറ്റിൻകരകളിലോളം അവനെ വിളിച്ചു നടന്നാളമ്മ. നീറ്റിൽ കളിക്കും പരമീനെല്ലാം നീളവേ നിശ്ചലം നിന്നുപോയി. ആളില്ല പാടത്തിലങ്ങുമിങ്ങും അവനെ വിളിച്ചു നടന്നാളമ്മ. പൂട്ടിമറിച്ചിട്ട മണ്ണടരിൽ പുതിയ നെടുവീർ പുലർന്നുപോയി. പൂട്ടിമറിച്ചിട്ട മണ്ണടരിൽ പുതിയ നെടുവീർ പുലർന്നുപോയി. കുന്നിൻ ചെരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനത്തെ വലഞ്ഞാളമ്മ. പൊത്തിൽ നിന്നപ്പോൾ പുറത്തു നൂഴും നത്തുകൾ എന്തെന്തെന്നന്വേഷിച്ചു. പൊത്തിൽ നിന്നപ്പോൾ പുറത്തു നൂഴും നത്തുകൾ എന്തെന്തെന്നന്വേഷിച്ചു. കാട്ടിലും മേട്ടിലും പുക്കാളമ്മ കാണാഞ്ഞു കേളു നടന്നാളമ്മ. കാട്ടിലും മേട്ടിലും പുക്കാളമ്മ കാണാഞ്ഞു കേളു നടന്നാളമ്മ. പൂമരച്ചോട്ടിലിരുന്നു ഭൂതം. പൂമരച്ചോട്ടിലിരുന്നു ഭൂതം. പൂവൻ പഴം പോലുള്ളുണ്ണിയുമായി പൂമാല കോർത്തു രസിക്കെ. പൂമാല കോർത്തു രസിക്കെ കേട്ടു പൂരിത ദുഃഖം ഈ തെങ്ങലുകൾ. അവിടെ കളിക്കുകയാണ്, കുട്ടിയുമായിട്ട് കളിക്കുമ്പോഴാണ് അത് കേൾക്കുന്നത്. എന്നിട്ടോ അതിനുണ്ടോ വല്ല സ്വൈരക്കേടും, അതിനുണ്ടോ വല്ല കൂട്ടവും. പക്ഷെ സ്വൈരക്കേട് തീരട്ടെ. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം, കുച്ചി കണക്കങ്ങു നിന്നാളമ്മ. കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം, കണ്ണീരൊക്കെ കെടുത്താളമ്മ. നരിയായും പുലിയായും ചെന്നു ഭൂതം, കരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. കരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. പറ്റിയില്ലല്ലോ. ഭൂതം മറ്റൊരടവെടുത്തു. ഭൂതമക്കുന്നിന്റെ മേൽമൂടിപ്പാറയെ കൈതപ്പൂ പോലെ പറിച്ചു നീക്കി. ഭൂതമക്കുന്നിന്റെ മേൽമൂടിപ്പാറയെ കൈതപ്പൂ പോലെ പറിച്ചു നീക്കി. കൺചിമ്മുമാറതിൽ പൊന്നും മണികളും കുന്നുകുന്നായി കിടന്നിരുന്നു. കൺചിമ്മുമാറതിൽ പൊന്നും മണികളും കുന്നുകുന്നായി കിടന്നിരുന്നു. പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം. പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം. പൊന്നാര കൂട്ടനെ ഞാനെടുക്കും. പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം. പൊന്നാര കൂട്ടനെ ഞാനെടുക്കും. ആ പൊന്നും നോക്കാതെ, അമ്മണി നോക്കാതെ, ആ പൊന്നും നോക്കാതെ, അമ്മണി നോക്കാതെ, അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. അമ്മ തൻ കണ്ണുകൾ
നിൻ തിരുമുമ്പിൽ അർപ്പിച്ചു തൊഴുതുരച്ചു. ഇതിലും വലിയതാണ് എന്റെ പൊന്നോ, അതിനെ തരികന്റെ ഭൂതമേ നീ. ഇതിലും വലിയതാണ് എന്റെ പൊന്നോ, അതിനെ തരിക എന്റെ ഭൂതമേ നീ. ഭൂതത്തിന്റെ തഞ്ചം കേൾക്കണോ? അമ്മയ്ക്ക് കണ്ണില്ലാതായില്ലേ? തെച്ചേരിക്കോലു പറിച്ചു ഭൂതം, ചേലോടു മന്ത്രം ജപിച്ചു ഭൂതം. തെച്ചേരിക്കോലു പറിച്ചു ഭൂതം, ചേലോടു മന്ത്രം ജപിച്ചു ഭൂതം. മറ്റോരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം, മറ്റോരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം. മാൺപോടെടുക്കെന്നോ നീ ഭൂതം, മാൺപോടെടുക്കെന്നോ നീ ഭൂതം. അമ്മയ്ക്ക് പുതിയ ഉണ്ണിയെ കൊടുത്തു, പുതിയ ഉണ്ണിയെ കൊടുത്തു. അമ്മയെടുത്തിട്ടുമ്മ കൊടുത്തിട്ടഞ്ചിതമോദം, മൂത്താവിങ്കൽ തടകി തടകി പുല്ലിയവാറെ വേറിട്ടെന്നോദിയണിച്ചാൾ. നമ്മുടെ ശക്തിയാണത്. അമ്മയെടുത്തിട്ടുമ്മ കൊടുത്തിട്ടഞ്ചിതമോദം, മൂത്താവിങ്കൽ തടകി തടകി പുല്ലിയവാറെ വേറിട്ടെന്നോദിയണിച്ചാൾ. പെറ്റ വയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ടപ്പൂതമിതെന്നു കയർത്താൾ. പെറ്റ വയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ടപ്പൂതമിതെന്നു കയർത്താൾ. താപം കൊണ്ടു വിറച്ച് കൊടിയൊരു ശാപത്തിനവൾ കൈകൾ ഉയർത്താൾ. താപം കൊണ്ടു വിറച്ച് കൊടിയൊരു ശാപത്തിനവൾ കൈകൾ ഉയർത്താൾ. എട്ടി വിറച്ചു പതിച്ചു ഭൂതം, ഞെട്ടി വിറച്ചു പതിച്ചു ഭൂതം. കുട്ടിയെ വേഗം വിട്ടു കൊടുത്താൽ, കുട്ടിയെ വേഗം വിട്ടു കൊടുത്താൽ. അമ്മേ നിന്നതെ തങ്കക്കുഞ്ഞിനെ ഞാനിനിമേൽ മറച്ചു പിടിക്കില്ല. അമ്മേ നിങ്ങളുടെ തങ്കക്കുഞ്ഞിനെ ഞാനിനിമേൽ മറച്ചു പിടിക്കില്ല. എന്നുടെ നേരെ കോപമിതേറെ അരുതരുതെന്നെ നീട്ടിടല്ലേ. നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും, നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കൂ. നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും, നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കൂ. തൊഴുതു വിറച്ചേ നിന്നു ഭൂതം, തോറ്റുമടങ്ങി അടങ്ങി ഭൂതം. തൊഴുതു വിറച്ച നിന്നു ഭൂതം, തോറ്റുമടങ്ങി അടങ്ങി ഭൂതം. അമ്മ മിഴിക്കും കണ്ണിൻ മുമ്പിലൊരുമ്മയിൽ നിന്നു തിങ്കളൊളി പൂപ്പുഞ്ചിരി പെയ്തു കുളിർപ്പിച്ചും കൊണ്ട് അഞ്ചിത ശോഭം കൊന്നുണ്ണി, അഞ്ചിത ശോഭം കൊന്നുണ്ണി. അങ്ങനെ അമ്മയ്ക്ക് ഉണ്ണിയെ കിട്ടി. അങ്ങനെ ഉണ്ണിക്ക് അമ്മയെ കിട്ടി. ഭൂതമോ പാവം. യാത്ര തിരിച്ചിടുമുണ്ണിയെ വാരിയെടുത്തു പുണർന്ന മൂർധാവിങ്കൽ പലവുരു ചുംബിച്ച തുറുകണ്ണാൽ പാവം കണ്ണീർ ചോല ചൊരിഞ്ഞു. രക്തദാഹിയായിട്ടുള്ള ഒരു ഭൂതാണ് അല്ലേ ഇങ്ങനെ ചെയ്യണത്. യാത്ര തിരിച്ചിടുമുണ്ണിയെ വാരിയെടുത്തു പുണർന്ന മൂർധാവിങ്കൽ പലവുരു ചുംബിച്ച തുറുകണ്ണാൽ പാവം കണ്ണീർ ചോല ചൊരിഞ്ഞു. വീർപ്പാൽ വായടയാതെ കണ്ടും നിൽപ്പൊരു ഭൂതത്തോടു പറഞ്ഞാൾ. അപ്പോൾ ആഗ്രഹൃതന്തരയായിട്ടഞ്ചിതം പെറ്റോരമ്മ, അഞ്ചിതം പെറ്റോരമ്മ. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത് ഭൂതത്തിനോട്?
വിഷമിച്ച് നിൽക്കുന്ന പോത്തിനോട് എന്താ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ, അമ്മ പുതിയ ഭാഷ ഒരു ഓഫർ കൊടുക്കുകയാണ് അല്ലേ? എന്താണ് ഓഫർ? ആ, കേട്ടോളൂ. അതിലൊരു കെണി വെച്ചിട്ടുണ്ടേ. കൊടുത്തപ്പോ ഒരു കെണിയും അതിൽ വെട്ടിട്ടുണ്ട്. ആ കെണി എന്താന്ന് മനസ്സിലാവും, വായിക്കാത്ത പിന്നെ വായിക്കാൻ മനസ്സിലാവും. മകരക്കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങട കണ്ടമുണങ്ങി കൂട്ടും കാലം. മകരക്കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങട കണ്ടമുണങ്ങി കൂട്ടും കാലം. കളമക്കതിർമണി കളമതിലൂട്ടൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം. വന്നു മടങ്ങണ മാണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ. വന്നു മടങ്ങണ മാണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ. ഞങ്ങളുടെ വീട്ടിലു മംഗളമേകാൻ, ഞങ്ങളുടെ വീട്ടിലു മംഗളമേകാൻ, ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ, ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ. ഊതമതങ്ങനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുക. മകരക്കൊയ്ത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും. ആ, അതുകൊണ്ടാണ് ഇപ്പോ എല്ലാ മകരക്കൊയ്ത്തു കഴിഞ്ഞാലും ഭൂതം വന്നുകൊണ്ടിരിക്കുന്നത്. ഭൂതമതങ്ങനെ തന്നെ എന്നു പറഞ്ഞു മറിഞ്ഞിട്ടാണ്ടോടാണ്ട്. മകരക്കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ വീടുകൾ തോറും. ഉണ്ണി പിറന്നൊരു വീടേതെന്നു തിരഞ്ഞു പിടിക്കണം. ഉണ്ണി പിറന്നൊരു വീടേതെന്നു തിരഞ്ഞു പിടിക്കണം. അതു ചോദിക്കാൻ വിട്ടും പോയി. അതു ചോദിക്കാൻ വിട്ടും പോയി. പറഞ്ഞതുമില്ലതു നങ്ങേലിക്കു മറന്നതു കൊണ്ടോ അല്ലേ? നങ്ങേലിക്കു മറന്നതു കൊണ്ടോ? പറയും മാത്രമോ കാരണം. നങ്ങേലിക്കു മറന്നതു കണ്ടോ? കണ്ടാൽ തന്റെ പിതാവിനെ വീണ്ടും കൊണ്ടോടിപ്പോവെന്നു ഭയന്നു. കണ്ടാൽ തന്റെ പിതാവിനെ വീണ്ടും കൊണ്ടോടിപ്പോവെന്നു ഭയന്നു. തിട്ടമിതാക്കറിയാം, തിട്ടമിതാക്കറിയാം. അതുമൂലം തിങ്ങി തിങ്ങി വരുന്നൊരു കൗതുകം അങ്ങനെ കൂടിയിട്ടിവിടെ തനതുങ്ങിയിരിപ്പെന്നോരോ വീട്ടിലും. അങ്ങു കളിച്ചു കരേറി തുള്ളി തുള്ളി മറിഞ്ഞൊരു വങ്ങേരെന്നുടൻ അവിടേക്കോടി പോണു പൂലം. അവിടേക്കോടി പോണു പൂലം. അവിടേക്കോടി പോണു പൂലം. ഉണ്ണിയ വേണോ, ഉണ്ണിയ വേണോ, ഉണ്ണിയ വേണോ, ഉണ്ണിയ വേണോ. ആളുകൾ ഇങ്ങനെ എങ്ങും ചോദിച്ചാടിപ്പിക്കൂ പാവത്തെ. ഉണ്ണിയ വേണോ, ഉണ്ണിയ വേണോ. ആളുകൾ ഇങ്ങനെ എങ്ങും ചോദിച്ചാടിപ്പിക്കൂ പാവത്തെ. പലപാടും അതിന്റെ മിടിക്കും കരളിൽ താളക്കുത്തിനു തുടി കൊട്ടുന്നു. മിടിക്കും കരളിൽ താളക്കുത്തിനു തുടി കൊട്ടുന്നു. തേങ്ങലിനൊത്ത കുഴൽ വിളി കേൾക്കൂ, തേങ്ങലിനൊത്ത കുഴൽ വിളി കേൾക്കൂ, തേങ്ങലിനൊത്ത കുഴൽ വിളി കേൾക്കൂ. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലന്നോട്ടു ചലമ്പി കലമ്പലുകൾ. കേട്ടിട്ടില്ലേ തുടികൊട്ടും കലന്നോട്ടു ചലമ്പി കലമ്പലുകൾ. അയ്യയ്യ വരവം വിളിപ്പൂക മെയ്യിലണിഞ്ഞ കരിമ്പൂതം. അയ്യയ്യ വരവം വിളിപ്പൂകല മെയ്യിലണിഞ്ഞ കരിമ്പൂതം. മെയ്യിലണിഞ്ഞ കരിമ്പൂതം.
മെയ്യിനണിഞ്ഞ കരിമ്പോ